ഹലോ, 4-ാം ദിവസത്തെ ഹെയർ കെയറിലേക്ക് സ്വാഗതം. ഇത് ജഡാമഞ്ചിയാണ്. ഇത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഒരു ജട പോലെ, അതായത് ചകിരിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ഞാനിതൊരു 2 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കാണ്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഞാനതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം തിളച്ച് വരുന്നതിലേക്ക് ഞാൻ 1.5 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ജഡാമഞ്ചി ആ വെള്ളത്തോടു കൂടി തന്നെ അതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് വെട്ടി തിളച്ച് 1 ഗ്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന വെള്ളം. അത് വറ്റി 1/4 ഗ്ലാസ്സോളം ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 1/4 ഗ്ലാസ് ആയിക്കഴിഞ്ഞ് അത് വറ്റിയതിന് ശേഷം നമ്മൾ ആ സംഭവം ആറിയിട്ടാണ് അതൊരു ഹെയർ ടോണറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, ആറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലായിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഓരോ ഹെയർ കെയർ ഓരോ ദിവസവും ചെയ്യുന്നതിന് മുമ്പും ആദ്യം നമ്മുടെ മുടിയിലുള്ള ജടയൊക്കെ കളയണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും ഇതെന്ത് മുടിയാണെന്നുള്ളതൊക്കെ, ഈ മുടിയിൽ എന്ത് ഹെയർ കെയറാണ് കാണിക്കാൻ പോകുന്നതെന്നൊക്കെ. എൻ്റെ മുടി ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇത് മെടഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഉള്ളില്ല ഒരു മുടിയാണ്. അപ്പോൾ നമ്മൾ ഹെയർ ടോണർ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹെയർ ടോണർ എടുക്കുക. ഓരോരോ വകച്ചിലുകളായിട്ട് എടുത്ത് തലയോട്ടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനെടുത്തപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിനൊരു വല്ലാത്ത ഒരു സ്മെല്ലാട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഇങ്ങനത്തെ ഒരു സ്മെല്ലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ മുടിയിൽ പുരട്ടാനായിട്ട് എടുത്തപ്പോഴാണ് എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ല് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു സംഭവത്തിന്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കണ്ട. നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണിത്. അതുകൊണ്ട് തന്നെ നമ്മളിത് തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ തിക്നെസ്, നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഇട്ടതാണല്ലോ, ഞാൻ അരിച്ചാണ് എടുത്തത്. എന്നാൽ പോലും തേയിലപ്പൊടിയുടെ അംശമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്പ്രേ ബോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ കൂടെ ഇങ്ങോട്ട് വരണില്ല. അത് ഞാൻ ഇത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണ് അതിൽ നിന്ന് നന്നായിട്ട് അമർത്തിയിട്ടാണ് അതിൽ നിന്ന് വന്നത്. ഇത്തിരി കട്ടി ഉള്ളൊരു സംഭവം കൂടിയാണ്. മാത്രമല്ല, കൂടാതെ ഒരു സ്മെല്ലും ഇതിനുണ്ട്. അപ്പോൾ നമ്മളിത് തലയോട്ടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുടിയിൽ എന്ത് ഹെയർ കെയർ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു പരീക്ഷണമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് മുടിയൊന്ന് വളർത്തണം എന്നുള്ളത്. അതിന് വേണ്ടിയുള്ളൊരു പരീക്ഷണമാണ്. വിജയിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു 3 മാസത്തോളം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇത് തലയിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളിത് തല വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പുരട്ടി കഴിഞ്ഞിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കൂടെ നല്ലതായിരിക്കും. ഒരു മിനിറ്റോളം ഒന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുടി കെട്ടി വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് ഞാൻ തല കഴുകുന്നത്. അപ്പോൾ അടുത്തൊരു ഹെയർ കെയറുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. ബൈ. ഓക്കെ, അപ്പോൾ നാളെ കാണാം.